AJ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ലോങ് ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ. അപ്പോൾ നമ്മൾ നമ്മളിവിടെ UK ക്ലൈമറ്റൊക്കെ എന്തായി, കുറച്ച് സമ്മറായി. അപ്പോൾ സമ്മർ സീസൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ക്രിക്കറ്റും പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ നമ്മൾ ഡിവിഷൻ 2 കളിക്കുക അല്ലേ ബ്രോ? അതെ, നമ്മളിപ്പോൾ ഡിവിഷൻ 2 കളിക്കുകയാണ്. അപ്പം നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ഭയങ്കര ഒരു ഡ്രീം ആയിരുന്നു, ഇങ്ങനെ ഫുള്ള് ഗ്രാസ് ആയിട്ടുള്ളൊരു പിച്ചിലൊക്കെ നമ്മൾ കളിക്കുക, അല്ലെങ്കിൽ നമുക്ക് കളിക്കാനായിട്ടൊരു അവസരം കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു ഡ്രീമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഫുള്ള് ചേറിലും ചളിയിലും ഒക്കെ നമ്മൾ കളിച്ച് നമ്മൾ സെറ്റായപ്പോൾ നമ്മുടെ അന്നേ നമ്മളിങ്ങനെ കളിയിലൊക്കെ നമ്മളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ തന്നെ നാളെ നടക്കാനുള്ള ലീഗ് മത്സരത്തിനൊക്കെയുള്ള അവർ പ്രിപ്പറേഷൻ ചെയ്യാണ്, പിച്ചും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യാണ്. അപ്പോൾ അത്രയും ഇതായിട്ടാണ് അവർ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇവിടുത്തെ ഓരോ ആൾക്കാരും കളിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളതും നമ്മുടെ ശ്രീമോൻ ബ്രോ ആണ്, കൊല്ലത്തുള്ളതാണ്. പുള്ളി നാട്ടിലേത് ഡിവിഷൻ ബ്രോ കളിച്ചിട്ട്? ഞാൻ IPO ക്രിക്കറ്റ് ക്ലബ്ബിൽ A ഡിവിഷനിൽ കളിച്ചാൽ പുള്ളി ഞാൻ കാണിക്കാൻ വന്നു ജസ്റ്റ്. അപ്പം ബാക്കി നമ്മുടെ ശ്രീമോൻ ബ്രോ പറയും. എങ്ങനെയുണ്ട് ബ്രോ ഇവിടെ വന്നിട്ട്? ഇല്ല, നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രാസ് വിക്കറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ, ടർഫ് വിക്കറ്റ് വളരെ കുറവാണ് നമ്മുടെ നോക്കുകയാണെങ്കിൽ. അതെ അതെ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എന്താ പറയാ, ഒരു ഡ്രീമാണ് നീ പറഞ്ഞത്. അതെ അതെ അതെ, നമ്മൾ ഗ്രാസ് പിച്ചിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് നമ്മളിപ്പം സറി വാരിയേഴ്സിന് നമ്മളിപ്പോൾ ഈ ക്ലബ്ബിന് ഞാൻ കളിച്ചപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് ഒരു ഡ്രീം ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഫ്രണ്ട്ലി മാച്ചാണ് ആദ്യമേ കളിച്ചത്. അപ്പോൾ ആ ഫ്രണ്ട്ലി മാച്ച് കളിച്ചപ്പോൾ തന്നെ നമുക്ക് ഗ്രാസ് പിച്ചിൽ കളിക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. അവിടെ നിന്നാണ് പിന്നെ അവരെന്നെ ഞാൻ കളിച്ച് അവരവിടെ ഫ്രണ്ട്ലി മാച്ച് കളിച്ച് നമ്മൾ നേരെ അവരെ ഒരു ലീഗ് മത്സരത്തിലേക്ക് നമുക്ക് കളിക്കാനായിട്ടുള്ള ഒരു ലൈഫ് കിട്ടിയത്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയില്ലേ, അവർ ഇതിലേക്കുള്ള പിച്ചും കാര്യങ്ങളൊക്കെ അവർ അവർ നാളത്തേക്കുള്ള ഫുള്ള് ഗ്രാസൊക്കെ കട്ടിയത് ഫുള്ള് അത്രയും ഇതായിട്ടല്ലേ അവർ ആ ഒരു ടൂർണമെൻ്റ് ആയാലും കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ പിച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളെ കിറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നാളത്തേക്കുള്ള മത്സരത്തിൻ്റെ നമ്മളൊരു ചെറിയൊരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. അതെ അതെ, നമ്മൾ ജസ്റ്റ് പിച്ചും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഇവിടുത്തെ ക്യൂറേറ്ററാണ്. അതെ അപ്പോൾ പുള്ളി പിച്ചും കാര്യങ്ങളൊക്കെ എന്താ പറയാ, ക്രീസും കാര്യങ്ങളൊക്കെ അവരെ ഫുള്ള് പെയിന്റ് ചെയ്യും. നാളത്തെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. Hi mate, how are you? Just take a quick video. Just take a quick video. No worries, yeah. So it's for the match for tomorrow, yeah? Saturday and Sunday. Oh, Saturday and Sunday matches, yeah, preparation. So is it for Saturday pitch, right? Anyone. Yeah, okay, anyone so of this. Both are playing in same pitch, right? Do what? Both the Saturday and Sunday teams are playing in the same pitch, right? Same pitch. This will be Saturdays, or that could be Sunday. Ah, maybe, yeah. Take a pick. So these all the stuff like council is doing for the ground, right? No. Council or the ground? Council, yeah, running mate. I work for the council. Council, yeah, cool. Yeah. Cool, thank you mate. Thank You do you. your thank you. Cheers, yeah. അപ്പോൾ കണ്ടില്ലേ, അപ്പം നമ്മളെ നമ്മളെ നമ്മുടെ ഇതാണ് നമ്മുടെ ക്ലബ്ബ്. ഇപ്പം ഒട്ടോർഷ എന്നുള്ള സ്ഥലത്തുള്ള ക്ലബ്ബാണ്. അപ്പം ഇത് ആക്ച്വലി നമ്മുടെ ക്ലബ്ബാണ്. അതായത് അവിടെയുള്ള നമ്മുടെ നാട്ടിൽ കണക്കുള്ള പഞ്ചായത്ത് പോലെയാണ് നമ്മൾ ഈ കൗൺസിൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പം കണ്ടില്ലേ, അപ്പം ഈ കൗൺസിലാണ് ഫുള്ള് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ബ്രോ, എൻ്റെ ഒരു ഡ്രീം തന്നെയായിരുന്നു ഒരു കിറ്റൊക്കെ മേടിക്കണം എന്നുള്ളത്, മനസ്സിലായില്ലേ. അപ്പം ആ ക്രിക്കറ്റിൻ്റെ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ ഇടാനായിട്ട് ഡിലേ ആയതും കാര്യങ്ങളൊക്കെ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം അവർ ഫുള്ള് ഗ്രൗണ്ടിലെ ഗ്രാസും കാര്യങ്ങളൊക്കെ അവർ ക്ലീൻ ചെയ്യുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി ഞങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇത് ഫുള്ള് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവർ കൗൺസിലേക്കുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ നമ്മളിവിടെ വന്ന് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. അപ്പം നാളത്തേക്കുള്ള ബ്രോ ഓൾ ദ ബെസ്റ്റ്. നാളെ വിളിക്കണം. ഓക്കെ, അപ്പം എന്തായാലും നാളെ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കുറച്ച് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം കുറച്ച് പ്രാക്ടീസൊക്കെ മുടങ്ങി കിടന്നു. അപ്പം അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഇനി കിറ്റൊക്കെ എടുത്ത് നമുക്ക് പോകാനുള്ള ടൈമായി. അപ്പോൾ കിറ്റൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇനി ജസ്റ്റ് കിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്താ പറയുക, അപ്പം എന്തായാലും ഇനി കുറച്ച് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ വരും. അപ്പോൾ നമ്മുടെ ശ്രീമോൻ ബ്രോയും നമ്മുടെ ഷാനവാസം ഉണ്ട്. നമ്മുടെ ഷാനവാസിൻ്റെ വീഡിയോ ആയിട്ടുണ്ട്, ഏതറിയാം ബ്രോ. അവരെ വിളിച്ചിട്ട് ഒരു 10 കോടിയുടെ KSRTC ജോബ് കളഞ്ഞ് 10 കോടിയുടെ ഒരു വീട് മേടിച്ചെന്നുള്ള ഒരു വീഡിയോ ഇട്ടുണ്ട്. അത് നിങ്ങൾ കയറി കാണുക. 10 കോടിയുടെ വീട് മേടിച്ച മലയാളി. അപ്പോൾ എന്തായാലും നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ പോവാണ്. അപ്പം നാളെ കാണാം. അപ്പം ചെറിയ ഇങ്ങനെയുള്ള വീഡിയോകളും കാര്യങ്ങളും. പിന്നെ ബ്രോ ലെവലാണ്.
അപ്പോൾ ബ്രോയുടെ കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ശരി. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ബ്രോ. അപ്പം എന്താ പറയുക, നമ്മൾ കളിക്കുക, പ്രത്യേകിച്ച് നമുക്ക് കളിക്കാൻ പറ്റുന്നത് ഇവിടെ വന്നിട്ട് നാട്ടില് ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാവർക്കും ഒരു ഡ്രീം ആയിരിക്കും. അതെ, കാര്യം ഇംഗ്ലണ്ടിലാണല്ലോ ക്രിക്കറ്റ് ആ ഗ്രൗണ്ടിൽ ആ ഒരു സ്ഥലത്ത് കളിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഡ്രീം തന്നെയാണ്. അതെ, ഭയങ്കര ഒരു വാസ്റ്റ് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ കിട്ടും നമ്മുടെ നാട്ടിലും ക്രിക്കറ്റും. അതെ അതെ, പ്രത്യേകിച്ച് എന്താ പറയുക, എല്ലാവരും അതേ റൂള് എല്ലാം ഫോളോ ചെയ്തിട്ട് കൊച്ചു കുട്ടികൾ പോലും ഉണ്ടല്ലോ കിറ്റും കാര്യങ്ങളായിട്ടൊക്കെ വരുമ്പോഴല്ലോ. നമ്മൾ ആ കിറ്റ് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇത് നമുക്ക്, അതുകൊണ്ടാണ് നമ്മൾ തന്നെ ഞാൻ തന്നെയാണ് കിറ്റ് മേടിച്ചത്. അപ്പോൾ എന്തായാലും അപ്പം നാളെ നമുക്ക് കാണാം. ഓക്കെ ശരി ബ്രോ. അപ്പം നിങ്ങൾ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഒരുപാട് നാളത്തെ ഒരു ഏറ്റവും വലിയൊരു ഡ്രീം ആയിരുന്നു ഒരു പാഡും കാര്യങ്ങളൊക്കെ കെട്ടിയ ഒരു ഗ്ലാസ് പിച്ച് കളിക്കുന്നത്. എന്തായാലും അത് സെറ്റായി. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഡിവിഷനിലേക്ക് നമ്മൾ വന്നത് അതും ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. അപ്പോൾ എനിവേ, അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ നിങ്ങളും എന്താ പറയുക ഏർപ്പെടാൻ നോക്കുക. നമ്മളെ കുട്ടികളായാലും, ഞാൻ മോളെ ഇവിടെ ചേർത്ത് കേട്ടോ. മോളെ ഞാൻ ഇവിടെ ചേർത്ത്. അവൾക്ക് ഇന്നുണ്ട്, ഇന്ന് ഫ്രൈഡേ അല്ലേ, അപ്പോൾ ഇന്ന് നമുക്ക് ഇതുണ്ട്, പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അവള് കളിക്കണമെന്നൊന്നുമല്ല, എൻ്റെ ആഗ്രഹമൊന്നുമല്ല. അവള് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു സ്പോർട്സുമായിട്ട് കളിക്കാൻ, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, ഒരു ഗ്രൂപ്പിൽ കളിക്കുമ്പോൾ കുറേ ഫ്രണ്ട്സ് കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് മനസ്സിലൊക്കെ ഒരു ഇതൊക്കെ വരും. അത്രേ ഉള്ളൂ. അവള് ബാക്കിയൊക്കെ അവളുടെ ഇഷ്ടമല്ലേ, വേണോ വേണ്ട എന്നുള്ളതൊക്കെ. അത് ബാക്കി എന്നാലും അവൾക്ക് ഒരു ചെറിയ ഇഷ്ടം വന്നാൽ മതി. ബാക്കിയൊക്കെ അത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ.